രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയ്ക്കെതിരെ ബി.ജെ.പി. ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്നും ബി.ജെ.പി. കരുതിയിരിക്കണമെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം നിരുത്തരവാദപരമെന്ന് ബി.ജെ.പി. നേതാവ് രവിശങ്കർ പ്രസാദ് വിമർശിച്ചു. ബൂത്തുകൾ പിടിച്ചെടുക്കാൻ കഴിയാത്തതിനാലാണ് കോൺഗ്രസ് ഇപ്പോൾ ബാലറ്റ് പേപ്പർ ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് സത്യവാങ്മൂലം സമർപ്പിക്കാത്തതെന്നും രവിശങ്കർ പ്രസാദ് ചോദിച്ചു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ വോട്ടർ അധികാര യാത്രയുടെ അവസാന ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശം, അതിലിപ്പോൾ വിമർശനം വന്നിരിക്കുകയാണ്. രവിശങ്കർ പ്രസാദ് ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ എന്തായിരിക്കും ഈ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ഹൈഡ്രജൻ ബോംബ് എന്നതിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തി വന്ന വോട്ടർ അധികാര യാത്ര വലിയ ചലനങ്ങൾ ബീഹാറിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയും ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബീഹാറിൽ നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ മഹാസഖ്യം ഉണ്ട് എങ്കിലും അതിന് കൂടുതൽ ഊർജം നൽകുന്നതായിരുന്നു ഈ വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ 20 ദിവസത്തോളം നീണ്ടുനിന്ന യാത്രയും തുടർന്ന് ഉണ്ടായ പൊതുസമ്മേളനവും. അതിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ പാർട്ടികളും അതിന്റെ ഭാഗമാവുകയും വലിയ ശക്തി പ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു. തുടർന്നാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരു ബോംബ് ഇനിയും പൊട്ടിക്കാനുണ്ട് എന്നുള്ള പ്രഖ്യാപനം ഇതിന്റെ സമാപന വേളയിൽ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇനിയും നടത്താനുള്ളത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ അദ്ദേഹം ഒരു ബോംബ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പൊട്ടിക്കും എന്നറിയിക്കുകയും തുടർന്നാണ് ദീർഘമായ വാർത്താ സമ്മേളനത്തിലൂടെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തത്. അത് വലിയ ചലനങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വിശദീകരണവുമായി വാർത്താ സമ്മേളനം വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു നിർണായകമായ ഒരു മണ്ഡലത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പുതിയതായി വെളിപ്പെടുത്താനുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പിയുടെ ബീഹാറിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ് തന്നെ പ്രതിരോധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടേത് നിരുത്തരവാദിത്തപരമായ പ്രഖ്യാപനം ആണ് എന്നും ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നുമാണ് ബി.ജെ.പിയുടെ പ്രതികരണം. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അവയിൽ കഴമ്പില്ല എന്നും അനാവശ്യമായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് എന്നുമാണ് ബി.ജെ.പി. ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു നിലപാട്. ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും കൂടുതൽ തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കാത്തുവച്ചിട്ടുണ്ടെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.